ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ്. നിങ്ങൾ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഇനി വരാനുള്ളത് മെയിൻ എക്സാം ആണ്. അപ്പോൾ പ്രിലിംസ് കിട്ടിയവർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു അവസരമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ മെയിൻ എഴുതി നല്ല രീതിയിൽ എന്ന് വെച്ചാൽ കുറച്ച് മുന്നോട്ട് ലിസ്റ്റിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു ഇതാണ്. ഇപ്പോൾ അതിൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ടുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് 2-3 പ്രിലിംസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരായിരിക്കും നിങ്ങളെന്ന് വിശ്വസിക്കുകയാണ്. ചിലപ്പോൾ ചിലർക്ക് ഒരെണ്ണത്തിലേ വരാൻ പറ്റുകയുള്ളായിരിക്കാം. വിഷമിക്കേണ്ട, അത് നല്ല രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. മെയിൻ എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതുക. എന്താണ് മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ കൂടുതലായിട്ട് നോക്കുക, അത് ഫോക്കസ് ചെയ്യുക. ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നതെന്ന് നോക്കുക. അതുപോലെ സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ നോക്കുക, ഏതൊക്കെ ഏരിയയാണ് കൂടുതലായിട്ട് ചോദിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ നമ്മൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് പോകാനായിട്ട് നോക്കുക. നമ്മളിവിടെ പറയുമ്പോഴത്തേക്കും ഹരിതവിപ്ലവകാരം MS സ്വാമിനാഥനെ പറഞ്ഞത് പോകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യം ആ പഴയ കാര്യങ്ങൾ നമ്മൾ അതിലൂടെ റിലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ആ പഠിച്ച് വെച്ച് ചിലപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം ഒരു ആൻസറും തന്നെ പഠിച്ച് പോകുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ആ പഠിച്ച് പോകുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. പക്ഷേ അത് മറ്റു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വലിയ ബന്ധമില്ല, അതിനായിട്ട് എന്തെങ്കിലും അടുത്ത് വരണം, ഇത് അങ്ങനെയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ വരുന്ന അതും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെ നമ്മളത് മറന്നു പോകാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പം അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ച് പോവുക. ഇപ്പം നമ്മൾ പഞ്ചവത്സര പദ്ധതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ 1, 2, 3 പറഞ്ഞു, പ്ലാൻ ഹോളിഡേ പറഞ്ഞു, 4ാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞു. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലമാണ്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1974 ആണ്. 1974 1979 ആണ് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ ഞാനിവിടെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തും. ഈ 1979 അങ്ങ് റൗണ്ട് ഇട്ടിട്ട് ഞാനിവിടെ വേറൊരു സംഭവം എഴുതാൻ പോകണം. 1978 എന്ന് എഴുതി. എന്തിനാണ് ഞാൻ 1978 എന്ന് എഴുതിയത്? കാരണം 1974 തുടങ്ങിയ 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലഘട്ടം 79 വരെ ഉണ്ടായിരുന്നു. പക്ഷേ 78 ആയപ്പോൾ എന്ത് ചെയ്തു? അതിനെ ടെർമിനേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവം കൊണ്ടുവന്നു? റോളിംഗ് പ്ലാന് കൊണ്ടുവന്നു. 1978 വരെ ഉണ്ടായിരുന്നു. അതായത് ആദ്യമായിട്ട് കാലാവധി പൂർത്തിയാക്കാതെ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാം പഞ്ചവത്സര, അതായത് 78 ആയപ്പോഴത്തേക്ക് അതിനെ ടെർമിനേറ്റ് ചെയ്തിട്ട് പുതിയൊരു ആശയം കൊണ്ടുവന്നു, റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം കൊണ്ടുവരണം. അപ്പോൾ 1978 വരെ 5ാം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നുള്ളൂ. ഏത് മോഡലാണ്? DP Thar മോഡലാണ്. DP Thar മോഡൽ. DP Thar മോഡലാണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം തൊഴിൽ പര്യാപ്തതയും. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം തൊഴിൽ പര്യാപ്തത. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം തൊഴിൽ പര്യാപ്തതയാണ് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ 5ാം പഞ്ചവത്സര പദ്ധതി പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് ഉയർന്നു കേട്ട ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഏത്? ഗരീബി ഹട്ടാവോ. ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ മുദ്രാവാക്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? DP Thar ആണ്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? ഡ്രാഫ്റ്റ് ആരുടെയാണ്? DP Thar ആണ്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? DP Thar ആണ്. ഈ സമയത്തുണ്ടായിരുന്ന പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഗരീബി ഹട്ടാവോയാണ്. ഈ സമയത്താണ് 20 പരിപാടികൾ കൊണ്ടുവരുന്നത്. 20 പരിപാടി കൊണ്ടുവരുന്നത് ഏത് വർഷമാണ്? 1975 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 20 പരിപാടി വരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഏത് വർഷമാണ്? 1975. 1975 20 പരിപാടി 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി എടുത്തു പറയുന്നത് എന്താണ്? ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വരുന്നത് 1977. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വരുന്നത് 1977. ഫുഡ് ഫോർ വർക്ക്. 1977 ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വരുന്നത് 1977. അതുപോലെ കമ്മ്യൂണിറ്റി ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നത് 1974. ഈ പദ്ധതികളൊന്ന് ഓർത്ത് വയ്ക്കുക. ഡിഗ്രി പരീക്ഷകൾക്ക് ഉൾപ്പെടെ നമുക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ പദ്ധതികൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? കമ്മ്യൂണിറ്റി ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം,
CADP കമ്മ്യൂണിറ്റി ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നത് ഏത് വർഷമാണ്? 1974. കമ്മ്യൂണിറ്റി ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. മിനിമം നീഡ്സ് പ്രോഗ്രാം വരുന്നത് 1974. മിനിമം നീഡ്സ് പ്രോഗ്രാം. മിനിമം നീഡ്സ് പ്രോഗ്രാം വരുന്നത് 1974. കമ്മ്യൂണിറ്റി ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നത് ഏത് വർഷമാണ്? 1974. കമ്മ്യൂണിറ്റി ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം അതുപോലെ മിനിമം നീഡ്സ് പ്രോഗ്രാം വരുന്നത് 1974. എന്നാൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വരുന്നത് 1977. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വരുന്നത് 1977. മിനിമം നീഡ്സ് പ്രോഗ്രാം 1974. കമ്മ്യൂണിറ്റി ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം 1974. ഇനി ICDS വരുന്ന ഏത് വർഷമാണ്? ICDS വരുന്നത് 1975. ICDS 1975. 1975 ICDS വരുന്നത്. ICDS വരുന്നത് 1975. 1975 ഒക്ടോബർ 2 ICDS ഉദ്ഘാടനം ചെയ്യുന്നത്. 1975 ഒക്ടോബർ 2 ICDS ഉദ്ഘാടനം ചെയ്തപ്പോൾ ICDS വരുന്നത് 1975. ദേശീയ പാതാ സംവിധാനം വരുന്നത് ഏത് പദ്ധതി കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ പാതാ പദ്ധതി വരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദേശീയ പാതാ പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മിനിമം നീഡ്സ് പ്രോഗ്രാം 1974. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 1977. ICDS 1975. അതുപോലെ 20 പരിപാടി വരുന്നത് 1975. പിന്നെ കമ്മ്യൂണിറ്റി ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നത് 1974. ദേശീയപാത സംവിധാനം വരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ദേശീയപാത സംവിധാനം വരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ഭരണ കൈമാറ്റം കാരണം നിർത്തിവെച്ച പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ഭരണ കൈമാറ്റം കാരണം നിർത്തിവെച്ചു. നേരത്തെ ഞാനിവിടെ 79 റൗണ്ട് ചെയ്ത് 78 എന്നാക്കി. എന്താ സംഭവിച്ചത്? 1966 മുതൽ 1977 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 1966 മുതൽ 1977 വരെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അതായത് 1974 നമ്മൾ 5ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്ന സമയത്ത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. പക്ഷെ അത് തീർക്കുന്നവരെ 1979 വരെ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. തീർക്കുന്ന സമയത്തുണ്ടായിരുന്നോ? ഇല്ല. 1977 ഇലക്ഷനിൽ ആര് അധികാരത്തിൽ വന്നു? ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആര് പ്രധാനമന്ത്രിയായിട്ട് വന്നു? മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിട്ട് വന്നു. അതാണ് പറഞ്ഞത് ഭരണ കൈമാറ്റത്തിലൂടെ നിർത്തിവെച്ച പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞത് 5ാം പഞ്ചവത്സര പദ്ധതി. അങ്ങനെ എന്ത് ചെയ്തു? ഇദ്ദേഹം മൊറാർജി ദേശായി 1978 5ാം പഞ്ചവത്സര പദ്ധതി സ്റ്റോപ്പ് ചെയ്തു. പകരം എന്ത് ആശയം കൊണ്ടുവന്നു? റോളിംഗ് പ്ലാൻ എന്നുള്ളൊരു ആശയം കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിർത്തലാക്കിയ ആദ്യത്തെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ നമ്മൾ ഒന്ന് റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു. അപ്പൊ നമുക്കിനി ആ റോളിംഗ് പ്ലാൻ ഒന്ന് നോക്കിയാലോ. ഈ റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം കടമെടുക്കുന്നത് ഗുണ്ണാർ മിർദലിന്റെ ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ് നമ്മൾ ഇതിന് കോപ്പി അടിച്ചുകൊണ്ട് വന്നത്. ഗുണ്ണാർ മിർദലിന്റെ ഏഷ്യൻ ഡ്രാമ. ഈ ആശയം റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഗുണ്ണാർ മിർദലിന്റെ ഏഷ്യൻ ഡ്രാമ. ഗുണ്ണാർ മിർദലിന്റെ ഏഷ്യൻ ഡ്രാമ എന്നാണ് നമുക്ക് റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം കിട്ടുന്നത്. ഗുണ്ണാർ മിർദലിന്റെ ഏഷ്യൻ ഡ്രാമ. ഗുണ്ണാർ മിർദലിന്റെ ഏഷ്യൻ ഡ്രാമ എന്ന് പറഞ്ഞ ഗുണ്ണാർ മിർദലിന്റെ ഏഷ്യൻ ഡ്രാമ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് എന്ത് ആശയം കിട്ടുന്നത്? റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം കിട്ടുന്നത്. 1978 മുതൽ 1980 വരെ എന്തായിരുന്നു? റോളിംഗ് പ്ലാൻ ആയിരുന്നു. 1978 മുതൽ 1980 വരെ റോളിംഗ് പ്ലാൻ ആയിരുന്നു. ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഈ റോളിംഗ് പ്ലാന്റെ സമയത്ത് എന്താ ചെയ്യുന്നത്? അതായത് ഓരോ വർഷത്തേക്ക് ഇതിപ്പം 1978 ടെർമിനേറ്റ് ചെയ്തു. ഇനി 1978 79 വെച്ചിട്ട് ഒരു വർഷം കണക്കാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ആനുവൽ പ്ലാൻ പോലെ തയ്യാറാക്കും. ആനുവൽ പ്ലാൻ പോലെ തയ്യാറാക്കിയിട്ട് നടപ്പിലാക്കും. എന്നിട്ട് ഈ ഒരു വർഷത്തെ എന്തിലോട്ട് ചേർക്കും? 1978 79 എന്നുള്ള പ്രത്യേക പ്ലാനായിട്ട് തയ്യാറാക്കുകയും അത് എന്തിലോട്ട് ചേർക്കും? കഴിഞ്ഞ പ്ലാനിലോട്ട് ആഡ് ചെയ്യും. എന്ത് ചെയ്യും? 5ാം പഞ്ചവത്സര പദ്ധതി സമയത്തുണ്ട് അതിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? 1978 79 ഒരു പ്ലാൻ തയ്യാറാക്കി. അതിന്റെ കൂടെ 1979 80 ഒരു ആനുവൽ പ്ലാൻ കൂടെ തയ്യാറാക്കും. എന്നിട്ട് അത് ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യും?
80 ആകുമ്പോഴത്തേക്കും ഈ 79 കഴിഞ്ഞ് ആദ്യത്തെ റോളിംഗ് പ്ലാൻ ആദ്യത്തെ ഒരു വർഷം ഉണ്ടല്ലോ അതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്ത് പോകും. ആ ആശയത്തെയാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഓരോ വർഷത്തേക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്ലാൻ തയ്യാറാക്കുകയും അത് തൊട്ട് മുമ്പത്തതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് പോവുകയും ചെയ്യും. അതാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയം. റോളിംഗ് പ്ലാൻ വരുന്നത് 1978 മുതൽ 80 വരെയാണ്. ആശയം ഗുണ്ണാർ മിർദലിൻ്റെ ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ്. ഇനി നമുക്ക് പറയാനുള്ളത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. 6ാം പഞ്ചവത്സര പദ്ധതി 6ാം പഞ്ചവത്സര പദ്ധതി ഏത് തൊട്ടാണ്? 1980-85 ആണ് 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 1980 1985 1980-85 ആണ് 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 6ാം പഞ്ചവത്സര പദ്ധതി 1980-85 ആണ്. ഈ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏത് മോഡലാണ്? ഗാന്ധിയൻ മോഡലാണ്. ഗാന്ധിയൻ മോഡൽ. ഗാന്ധിയൻ മോഡൽ 6ാം പഞ്ചവത്സര പദ്ധതി ഗാന്ധിയൻ മോഡലാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനം. ഈ 6ാം പഞ്ചവത്സര പദ്ധതി ഗാന്ധിയൻ മോഡലാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനമായിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ 1980 തന്നെയാണ് ഒരു സംഭവം നടന്നത്. എന്താണ്? ആദ്യത്തെ ബാങ്ക് രണ്ടാമത്തെ ബാങ്ക് ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം വരുന്നത് 1969 ജൂലൈ 19-നാണ്. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം 1980 ഏപ്രിൽ 15. 1980 ഏപ്രിൽ 15-നാണ് രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം വരുന്നത്. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം വരുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? 80-85 സമയത്ത് ഇന്ദിരാഗാന്ധി. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം വരുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ആ സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു? നേരത്തെ ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം വരുന്ന സമയത്ത് ആരാന്ന് പറഞ്ഞു? VV ഗിരിയാണെന്ന് പറഞ്ഞു 1969. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം വരുന്ന സമയത്ത് ആരാണ് പ്രസിഡന്റ്? നിങ്ങൾ പഠിക്കുന്നുണ്ടോ നോക്കട്ടെ. നിങ്ങൾ അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി. രണ്ട് ബാങ്ക് ദേശസാൽക്കരണം വരുന്ന സമയത്തും ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ആദ്യത്തെ സമയത്ത് പ്രസിഡന്റ് VV ഗിരിയാണ്. രണ്ടാമത്തെ ബാങ്ക് 80 ആരായിരുന്നു പ്രസിഡന്റ് എന്നുള്ളതാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ഉത്തരം. അപ്പോൾ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം വന്നു. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചു? 6 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചു? 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. 200 കോടി മൂലധനമുള്ള 6 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 200 കോടി മൂലധനമുള്ള 6 ബാങ്കുകളാണ് ദേശസാൽക്കരിക്കുന്നത് 1980 ഏപ്രിൽ 15-ന്. ഈ സമയത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് IRDP എന്നുള്ള പദ്ധതി വരുന്നത് 1980-ലാണ്. IRDP ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. IRDP വരുന്നത് 1980-ലാണ്. ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതായത് ഇതിന്റെ മലയാളം എന്താണ്? ചിലപ്പോൾ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നായിരിക്കില്ല വരുന്നത്. സംയോജിത ഗ്രാമ വികസന പദ്ധതി. സംയോജിത ഗ്രാമ വികസന പദ്ധതി. സംയോജിത ഗ്രാമ വികസന പദ്ധതിയാണ് IRDP എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നത് 1980-ലാണ്. 1980-ലാണ് IRDP വരുന്നത്. ഇനി അടുത്ത് വന്നൊരു പ്രോഗ്രാമാണ് NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. NREP വരുന്നത് 1980 തന്നെയാണ്. NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം 1980-ലാണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം NREP വരുന്നത് 1980-ലാണ്. ഇനി അടുത്തിട്ട് വരുന്നതാണ് RLEGP. അടുത്ത് വന്ന പദ്ധതിയാണ് RLEGP. നമ്മൾ 5ാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറെ പദ്ധതികൾ പറഞ്ഞു. ഇപ്പൊ 6-ലും കുറച്ച് പദ്ധതികളുണ്ട്, നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. 6ാം പദ്ധതിയിൽ വന്നതാണ് RLEGP. 6ാം പദ്ധതി RLEGP-യുടെ വർഷം ഏതാണ്? 1982-83. 1982-83 RLEGP-യുടെ കാലം എന്ന് പറയുന്നത്. ഈ RLEGP-യുടെ ഫുൾ ഫോം എന്താ?
റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ് RLEGP. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം RLEGP വരുന്നത് 1982-83 നമ്മൾ നേരത്തെ പറഞ്ഞ NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം വരുന്നത് 1980. ഇനി അടുത്ത് വന്ന വേറൊരു പദ്ധതിയാണ് DWCRA. DWCRA വരുന്നത് ഇത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഏത് 1982-83 കാലഘട്ടമാണ് DWCRA. എന്താ അതിന്റെ ഫുൾ ഫോം? ഡെവലപ്മെന്റ് ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. ഡെവലപ്മെന്റ് ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് ആണ് DWCRA. 1982-83 ആണ് അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറഞ്ഞ നബാർഡ്. നബാർഡ് വന്നത് 1982. നബാർഡ് വരുന്നത് നബാർഡ് 1982 ജൂലൈ 12. നബാർഡ് വരുന്നത് 1982 ജൂലൈ 12-നാണ്. ലീഡർ ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നറിയപ്പെടുന്നത് നബാർഡാണ്. ലീഡർ ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നറിയപ്പെടുന്നത് നബാർഡാണ്. നബാർഡ് വരുന്നത് 1982 ജൂലൈ 12-നാണ്. 1982 ജൂലൈ 12-ന് നബാർഡ് ലീഡർ ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നറിയപ്പെടുന്നു. നബാർഡ് വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. നബാർഡ് വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. 1982 ജൂലൈ 12. പിന്നെ അടുത്താണ് സെബി. സെബി നിലവിൽ വരുന്നത് 1984. സെബി 1984-ലാണ് സെബി നിലവിൽ വരുന്നത്. സെബി നിലവിൽ വരുന്നത് 1984-ലാണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വരുന്നത് 1984-ലാണ്. ഇപ്പം നമ്മൾ 6ാം പഞ്ചവത്സര പദ്ധതിയാണ് പറഞ്ഞ് തീർത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊന്ന് നല്ല രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നിട്ടുള്ള നമ്മളല്ലാതെ തന്നെ GK പറയുമ്പോൾ ഈ സംഭവം ഏത് സമയത്താണ് വന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അത് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ പോയിന്റ്സ് ആഡ് ചെയ്യുക. അതിൽ കുറച്ച് പ്രോഗ്രാമുകൾ വന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഉള്ളതാണ് പറഞ്ഞത്. ഇനി ഈ പദ്ധതി കാലത്ത് വന്ന് വേറെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.